ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കേൾക്കട്ടോ. നമ്മൾ നാട്ടിൽ വന്നപ്പോഴേ ചേച്ചി നമ്മളൊരു ദിവസം വിരുന്ന് വിളിച്ചു വിട്ടാ. ചേച്ചിയുടെ വീട്ടിൽ ഹൗസ് വാമിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ആ വീട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി കൂട്ടി പോയിട്ടാണ്. അപ്പോൾ പിള്ളേർ സ്കൂളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പോകാൻ. അപ്പോൾ നമ്മളൊരു വീക്കെൻഡിലാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ചേച്ചിയുടെ വീട് മലപ്പുറത്താണ് വരുന്നത്. മലപ്പുറം പോവുക, പിന്നെ ഗുരുവായൂർ തൊഴുക, അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ വരിക, പിന്നെ അവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂർ വരിക. അങ്ങനെയായിട്ട് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്ത്. പക്ഷേ നമ്മുടെ എന്നെ നല്ല പണി നടക്കണ കാരണം നല്ല ട്രാഫിക്കൊക്കെ ഇട്ട് നമ്മൾ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. നട്ടപ്പാതിരിക്കുന്ന കയറി ചെന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ എത്തിയപ്പോഴാണ് പുറത്തേക്കൊക്കെ ഇറങ്ങിയത്. അവളുടെ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടുന്നതൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടാണ് നേരെ ഗുരുവായൂർ പോകാനുള്ള പ്ലാനിങ് കേട്ടോ. കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളാണ് ഇറങ്ങിയിട്ടോ. അപ്പോൾ എനിക്ക് പോകുന്ന വഴിയിൽ കഴിക്കാനുള്ള സ്നാക്സൊക്കെ എൻ്റെ ബാഗിലാക്കി തരാം കേട്ടോ. വലുക്കത്തെ സ്നേഹം കേട്ടോ. ഇപ്പോൾ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിന് നല്ല ഇടിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അത്ര വലിയൊരു അറ്റാച്ച്മെൻറ്റ് വന്നത്. ഞാൻ ഡിഗ്രിക്ക് പിടിക്കുമ്പോഴായിരുന്നു അവളെ കല്യാണം. മൂത്തുണ്ണി ഉണ്ടായപ്പോൾ അവളുടെ വളർച്ചയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആൾ കരിങ് ആയത് ഞാനും കരിങ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ ആയിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ അവളുടെ വളർച്ച അങ്ങനെ അധികം കണ്ടിട്ടില്ല. കാരണം നമ്മളും ബിസി ആയിരുന്നു. പിന്നെ ഈ കാണുന്ന പ്രശ്നം വന്നേരി ഗ്രൗണ്ടാണ്. അത് തൃശ്ശൂർ മലപ്പുറം തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്താട്ടാം. ഈ ഗ്രൗണ്ടിന് അപ്പുറം നമ്മൾ വരുന്ന ഭാഗം, ആദ്യം വരുന്ന ഭാഗം മലപ്പുറം, തിരിച്ച് നമ്മൾ കിടക്കുന്ന ഭാഗം തൃശ്ശൂർ. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോരുമ്പോൾ ഒരുപാട് വർത്തനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോരും. വണ്ടിയിൽ നല്ല ബഹളം, മക്കൾ നല്ല വർത്തനം പറയുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നുണ്ട് നമ്മൾ എത്തുമോ 11:30 ശേഷം നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ട് എത്തുമോ എന്നങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ, തൊഴുതേ പറ്റുമെന്നുണ്ട് ഏട്ടൻ്റെ വാശി. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ ഞാൻ മമ്മി ഒരു അമ്പലം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞത് എന്ന് പറയാൻ പണ്ടൊക്കെ ഞങ്ങൾ പറയാം തഹാനി ഹോസ്പിറ്റലിൻ്റെ ഭാഗം നട്ടോ. തഹാനി ഹോസ്പിറ്റലൊന്നും ഇപ്പം ഇല്ല കേട്ടോ. പക്ഷേ ഗുരുവായൂർ നിവാസികൾക്കൊക്കെ അറിയാം തഹാനി ഹോസ്പിറ്റൽ എവിടെ നിന്ന് നിന്നൊക്കെ. അങ്ങനെ നമ്മൾ ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടി വേഗം കയറിയിട്ട് അകത്തോട്ട് പിള്ളേരനൊക്കെ ഡ്രസ്സൊക്കെ ഒരു മാറ്റി നമ്മൾ കയറിയിട്ടാണ്, ഷർട്ടൊക്കെ മാറ്റിയിട്ട്. അങ്ങനെ കയറിയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം നിന്നപ്പോൾ നല്ല സങ്കടമായിട്ട് ഉള്ളിൽ കയറാൻ പറ്റാത്ത വിഷമമൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരു ഉച്ചയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും കേട്ടോ. ഈ നമ്മുടെ വരി നിൽക്കാതെ തന്നെ, അധികം വരി നിൽക്കാതെ നമുക്ക് ആ മണ്ഡപത്തിൻ്റെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഞാൻ പല വട്ടം അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഉച്ചയാവണ നേരത്തൊക്കെ ആയിട്ട് നമുക്കതിന് സാധിക്കാറ്. ഈ നടടയ്ക്കണ നേരമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പറ്റാറുള്ളൂ, ഒട്ടുമിക്കതും പറ്റാറുണ്ടാവാറില്ല. എന്നാലും പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓടി അകത്ത് കയറി ഒരുപാട് നേരം അവിടെ നിന്ന് സമാധാനത്തോടെ എടുത്ത് തൊഴുതു കിട്ടാം. അപ്പോൾ സമയം നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു നേരം അതിൻ്റെ വന്നിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല. പക്ഷെ നമുക്കൊരു ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ മനസ്സ് നിറച്ച് തൊഴാൻ പറ്റി. പക്ഷേ പ്രസാദം മേടിക്കാൻ പറ്റിയില്ല, പ്രസാദം ഇട്ട് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല. നേരെ വിളിച്ച് വെച്ചിട്ട് അമ്മ ചോറുണ്ടോ വീട്ടിലെന്ന് ചോദിച്ചിട്ടാണ്. ഏത് നേരത്തും നമുക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ചോറ് കിട്ടണ ഒരു ഏരിയ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അമ്മ തട്ടിക്കൂട്ട് വേഗം ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ചോറ് തന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് എന്താ എടുക്കാമെന്ന് നോക്കി ലാസ്റ്റ് കിട്ടുന്ന മുരിങ്ങയുടെ ഇല കേട്ടോ. അത് കൈപ്പിടിച്ച് പോന്നു കേട്ടോ. മുരിങ്ങയുടെ ഇലയൊക്കെ എടുത്ത് നമ്മൾ വാടാനപ്പള്ളി ബീച്ചിലേക്ക് എത്തിയിട്ടാണ്. വരുമ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഇറങ്ങിയത് ഒരു ആ വീക്കെൻഡ് നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് വെറുതെ ഒന്ന് കൊണ്ടുപോയിട്ട് മക്കളെയും കൊണ്ടുപോയിട്ട് ബീച്ചിലൊക്കെ പോയി നിന്നിട്ട്. പണ്ടൊക്കെ എനിക്ക് കടലിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നനഞ്ഞിട്ട് വന്നിട്ട് കയറി വരാം. പക്ഷേ ഇപ്പോഴൊക്കെ എനിക്ക് പേടിയാട്ടോ. മക്കളതിന് ശേഷം ഞാൻ വളരെയധികം പേടിച്ചിട്ടാണ് ബീച്ചിലൊക്കെ ഇറങ്ങാറ്. ഇവർക്കും ബീച്ചിൽ ഇറങ്ങാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ ബീച്ചിലേക്ക് ഇറക്കണില്ല. നല്ല ടെൻഷനാണ് നമുക്ക്.